ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. വെൽക്കം ടു സിനീസ് ഗ്രീൻ വേൾഡ്. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സൺസവേരിയ പ്ലാന്റ്സിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൺസവേരിയ പ്ലാന്റ്സ് സ്നേക്ക് പ്ലാന്റ് എന്ന പേരിലും അറിയപ്പെടും. എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും. എന്നാലും കുറച്ച് വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഏതൊക്കെയാണ്. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു വെറൈറ്റിയാണ്, ഒരു ചെറിയ വെറൈറ്റിയാണ്. ഇതിന് ഇലയാണെങ്കിൽ അധികം ഹൈറ്റ് ഒന്നും വെക്കില്ല. പിന്നെ ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല രസമുണ്ട്. ഈ ഇലകളിൽ കൂടെ യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ട് അതാണ് ഇതിൻ്റെ പ്രത്യേക ഭംഗി എന്ന് പറയണത്. പിന്നെ ഇത് ഇങ്ങനെ ഇലകൾ ഒരു വളഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ആ വളവും ചെരിവുമാണ് ഈ ചെടീനെ ഭംഗിയാക്കണത് തന്നെ. അപ്പോൾ ഇതാണിത്, അങ്ങനത്തെ ഒരു വെറൈറ്റി സൺസവേരിയ പ്ലാന്റ് ആണിത്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഒരു ചെടിയാണ്. എന്നാലും ഇത് നല്ല ചട്ടികളിലും നല്ല പോട്ടുകളിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് കാണാനും നല്ല രസമുള്ളൊരു സൺസവേരിയ പ്ലാന്റ് ആണ്. ഇതൊരു വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ മൂന്നാമതായിട്ട് ഇതൊരു ബുഷി ടൈപ്പാണ്. ഈ ബുഷി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരൊറ്റ ചെടി കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ കണ്ടോ, ഈ ചട്ടി നിറഞ്ഞ് കവിഞ്ഞ് നിറയെ ഉണ്ടായി വന്നു. അപ്പോൾ ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കും ചെടി. നമ്മൾ വെക്കുന്ന പോട്ട് നിറച്ച് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കും. പിന്നെ ഇലകൾക്കൊന്നും ഹൈറ്റ് വെക്കില്ല. പക്ഷെ എന്നാലും ഇവിടെ നമ്മുടെ വീടിൻ്റെ കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എവിടെ വേണേലും വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു ചെടികളാണ് ഈ സൺസവേരിയ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്. പിന്നെ വേറൊരു വെറൈറ്റിയാണിത്. ഇത് ഈ ഇലകൾ നല്ല ഹൈറ്റിൽ പോവും. പിന്നെ ഇത് കാണാനും നല്ലൊരു അട്രാക്റ്റീവാണ് കേട്ടോ. അതിൻ്റെ ഒരു കളർ കണ്ട, സൈഡിലൊക്കെ ഒരു യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാരറ്റ് ഗ്രീൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡാർക്ക് ചെറിയ ചെറിയ ഗ്രീൻ ഡോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. ഇതിന് എല്ലാത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു വെറൈറ്റിയാണിത്. സൺസവേരിയയുടെ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള തണ്ടുകളാണിതിന്. കണ്ടോ, ഒരു ഇതുപോലെ പൈപ്പ് പോലെയൊക്കെയാണിത്. ഇതും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ്. എനിക്കും ഈ സൺസവേരിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് എല്ലാം എനിക്ക് എല്ലാം എനിക്ക് ഇഷ്ടമുള്ള ചെടികളാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മണ്ണിൽ വെക്കാം, അതുപോലെ തന്നെ വെള്ളത്തിലും വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാം. അതുപോലെ ഇവിടെ വേര് പിടിപ്പിച്ചതാണ് ഞാനിവിടെ കണ്ട. ഇതുപോലെ ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വേര് പിടിച്ച് തുടങ്ങും. ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ചതാണ്. ഇനി ഇതിപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓരോ ഇല വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഇല കിട്ടിയുള്ളൂ വെച്ചാൽ, ഇതുപോലെ ഒരു ഇല കിട്ടിയുള്ളെങ്കിൽ നമ്മളത് പല പല പീസുകളായിട്ട് മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ചാൽ എല്ലാ പീസിലും വേരുകൾ പിടിക്കാം. അപ്പോൾ നമുക്ക് കുറേ ചെടിച്ചട്ടികളിൽ വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വാട്ടർ പ്രൊപ്പഗേഷൻ നടത്താനായിട്ട് പറ്റുന്ന ഒരു ചെടിയാണ് ഈ സൺസവേരിയ പ്ലാന്റ്. പിന്നെ നമ്മൾ പോട്ടി മിശ്രിതമൊക്കെ നിറയ്ക്കുന്ന സമയത്ത് ചകിരിച്ചോറൊന്നും അധികം നിറയ്ക്കണ്ട, കാരണം അതിന് അധികം വെള്ളമൊന്നും വേണ്ട. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ അധികം വളമൊന്നും കൊടുക്കണ്ട. 3-4 മാസമൊക്കെ കൂടുമ്പോൾ ഇത്തിരി ഉണക്കച്ചാണകം എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. എന്നാലും നല്ല തിക്കായിട്ട് വളരും. ഒരു ചട്ടിയിൽ ഒരെണ്ണം വെച്ചാൽ മതി. ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ചട്ടി നിറയെ പ്ലാന്റ്സുകൾ ഉണ്ടാവും. അങ്ങനെ നല്ല എന്താ പറയുക, ചട്ടി നിറച്ച് നല്ല നിൽക്കുന്നതാണ്. അത് വേറൊരു ഭംഗിയാണ്. പിന്നെ എയർ പ്യൂരിഫിക്കേഷന് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഈ സൺസവേരിയ പ്ലാന്റ്സ്. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാന്റാണ്. അപ്പോൾ ഈ സൺസവേരിയ പ്ലാന്റിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.